رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله مع الذين اتقوا والذين هم محسنون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ആദരണീയരായ സാദാത്തുക്കൾ ഉലമാക്കൾ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കൾ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ധാരാളം ദീനീ ഖിദ്മകൾ നടക്കുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൽ മർഹൂം താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ടും അതുപോലെ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളടക്കം ഈ മാസത്തിൽ വിട്ടുപിരിഞ്ഞു പോയ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടും നടക്കുന്ന ഒരു വലിയ ബർക്കത്തുള്ള ഒരു പരിപാടിയാണ്. അല്ലാഹു തആല ഈ പരിപാടിക്ക് സഹായിച്ചവർ, സഹകരിച്ചവർ, ഇതിനു വേണ്ടി അധ്വാനിച്ചവർ, ഇവിടെ പങ്കെടുത്തവർ എല്ലാവർക്കും എല്ലാ ഖൈറിൻ്റെ വാതിലുകളും അല്ലാഹു തുറന്നു തരുമാറാകട്ടെ. എല്ലാ ശർറുകളും മുസീബത്തുകളും അല്ലാഹു നമുക്കും അവർക്കും എല്ലാം കാവൽ നൽകുമാറാകട്ടെ. കഴിഞ്ഞ വർഷം സംസാരിച്ചപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മേലെ അല്പം നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി സഹായം ചോദിക്കുകയും അതുപോലെ സഹായങ്ങൾ ലഭിക്കുകയും അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അതിപ്പോൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഇതേപോലെ ചെറിയൊരു ആവശ്യം നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും ഒന്നു ചെയ്യാനും മറ്റുമൊക്കെ ആവശ്യമായ ഒരു സൗകര്യം ചെയ്യൽ അത്യാവശ്യമുണ്ടെന്ന് ഇവിടെയുള്ള നമ്മുടെ പ്രവർത്തകർ ഓർമ്മിപ്പിച്ചു. ഒരു 10 ലക്ഷം രൂപ ഉണ്ടായാൽ അത് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറയുന്നതിൻ്റെ പുറമെ നല്ല സഹായം നൽകി
അത് വിജയിപ്പിക്കണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞാൻ വിദേശത്തേക്കുള്ള ഒരു യാത്രയിലാണ്. അതുകൊണ്ട് നീണ്ട സമയം പ്രസംഗിക്കാൻ പ്രതിബന്ധമുണ്ട്. ശേഷം അസനിയും അതുപോലെ റഹ്മദാസ് സഖാഫി നേരത്തെ ചിലപ്പോൾ പ്രസംഗിച്ചിട്ടുണ്ടാവും. ഇനിയും പ്രസംഗിക്കാൻ അദ്ദേഹത്തിൻ്റെ കോളൊന്നും കുറഞ്ഞ പോലെ. അതുകൊണ്ട് പ്രസംഗിക്കാനൊക്കെ ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവരിൽ നിന്നും എല്ലാ ഖൈറും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നന്നായി പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധമാവുകയും ചെയ്യണം. ഈ കാലഘട്ടം മനുഷ്യനെ ദീനിൽ നിന്ന് അകറ്റിക്കളയുന്ന ധാരാളം ദീനീ പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ സംവിധാനങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. ഞാൻ ഓർക്കാണ്, ഒരിക്കലൊരു മഹാൻ പറഞ്ഞിരുന്നു, നന്നാക്കൽ ജോറ് ജോറ് വെടക്കാവൽ ബാറ് ബാറ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. ഞാനിന്ന് രാവിലെ എനിക്ക് ചില മുത്താലിമീങ്ങൾ ഒരു ക്ലിപ്പ് കാണിച്ചു. നല്ല യുവതികളായ സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുവന്ന് കുറച്ച് പുരുഷന്മാരെ സമീപത്ത് ഇരുത്തിയിട്ട് അവർക്ക് പച്ചയായി നിസ്കാരം കാണിച്ചു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ന് പറയും. അങ്ങനെ നമ്മുടെ മുൻഗാമികളായ ആലിമ്യങ്ങളൊക്കെ ധാരാളം നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ട്. അവരാരും ഇങ്ങനെ യുവതികളായ സ്ത്രീകളെ കൊണ്ടുവന്ന് ആണുങ്ങളെ കൂടെ കടർത്തി എൻ്റെ നിസ്കാരം കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി. ഫീസ് 10,000 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോട് കുട്ടികൾ പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെ സാമ്പത്തികമായ ലാഭങ്ങൾ കൊയ്യാൻ വേണ്ടി ദഅവത്തിൻ്റെ രീതിയിൽ ഹലാലും ഹറാമും നോക്കാതെ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളെല്ലാവരും മദ്രസകളിൽ നിന്ന് നിസ്കാരം പഠിച്ചവരാണ്. മദ്രസയിൽ പഠിക്കുന്ന പിഞ്ചു മക്കൾക്ക് നമ്മുടെ ഉസ്താദുമാർ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലായി തന്നെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടിക്കാലത്താകുമ്പോൾ പ്രയാസങ്ങളുണ്ടാവില്ല. കുറെ വൈകി പ്രായമായതിനു ശേഷം സ്ത്രീകളെ പുരുഷന്മാരുമായി ഇടകലർത്തി അത്തരം പരിപാടികൾ യുവാക്കൾ സംഘടിപ്പിക്കുമ്പോൾ അതിനാൽ ഉണ്ടാകുന്ന മുസീബത്തുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ കഴിയില്ല. ഞാൻ ഇന്ന് രാവിലെയും ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് തുഹ്ഫത്തുൽ മുഹ്താജ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജിന്റെ ശർഹാണ്. ആ കിതാബ് ഓതി കൊടുക്കുമ്പോൾ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ആ ഇമാമിയങ്ങൾ അന്യപുരുഷനും അന്യസ്ത്രീയും പരസ്പരം നോക്കുന്നതിനെ സംബന്ധിച്ച് എത്ര ഗൗരവത്തിലാണ് വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന് ഇങ്ങനെ ആലോചിച്ചു. വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ നോക്കൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇമാമികൾ പറയാണ്, ഒറ്റ നോട്ടം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ഒരു നോട്ടത്തിന് ചിലപ്പോൾ ശരിക്കും മനസ്സിലാകും, ഒന്നും കൂടി നോക്കാൻ പറ്റും. അല്ല, ഒറ്റ നോട്ടേ പറ്റുള്ളൂ. അത് മനസ്സിലാകാൻ വേണ്ടി വേണമെങ്കിൽ ഒന്നിലധികം നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവരതിൻ്റെ ഗൗരവം കാണുന്നത് എത്രയാണ്. ഇത് വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയാണ്, അവളെ നോക്കൽ സുന്നത്താണ്. അവൾക്ക് ഇങ്ങോട്ടും നോക്കൽ സുന്നത്താണ്. പക്ഷെ അവിടെ പോലും അവർ ശ്രദ്ധിക്കുകയാണ്, കൂടുതൽ പറ്റുമോ പറ്റൂലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും വന്ന് നോക്കാൻ തന്നെ. പിന്നെ ഒരിക്കലും ഒറ്റ നോട്ടത്തിൽ അക്കാണിച്ച ഒന്നും കൂടി ശരിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നോട്ടം അത് പറ്റുമോ? അവിടെ അവർ പറയാണ്, അങ്ങനെ നോക്കുന്ന സമയത്ത് മുടി കാണാൻ വകുപ്പില്ല, മുഖം മാത്രമേ നോക്കാൻ പറ്റൂ. അതുപോലെ കൈയിൻ്റെ തണ്ട കാണാൻ പറ്റില്ല, മറിച്ച് മുൻകൈ മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഇനിയും അവർ വിശദീകരിക്കാൻ ആ സ്ഥലത്ത് എത്രയാണ് ആ വിഷയത്തിലുള്ള വിശദീകരണങ്ങൾ. അന്യസ്ത്രീയിലേക്ക് നോക്കാൻ പാടില്ല, അന്യസ്ത്രീ ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. അതേപോലെ പുരുഷന്മാരെ തന്നെ നോക്കൽ അനുവദനീയമാണെങ്കിലും മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം കാണാനും നോക്കാനും പാടില്ല. സ്വന്തം ഉമ്മയെപ്പോലും
അതേ ശരീരത്തിൽ മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം നോക്കാൻ പാടില്ല. അല്ലാത്ത സ്ഥലങ്ങൾ തന്നെ നോക്കുമ്പോൾ പല പണ്ഡിതന്മാരും പറഞ്ഞു, അതേ മനുഷ്യൻ ജോലി ചെയ്യുന്ന സമയത്ത് വെളിച്ചത്ത് വരുന്ന ഭാഗങ്ങൾ, കൈത്തണ്ട, അതേപോലെ ഉള്ള സ്ഥലങ്ങൾ മാത്രമേ കാണാൻ പറ്റൂ, അതിനപ്പുറം കാണാൻ പറ്റൂല എന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെത്ര ഗൗരവത്തിലാണ് ഈ നോട്ടത്തെ സംബന്ധിച്ചുള്ള മസലകൾ പറയുന്നത് എന്നത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അതൊന്നും ഒരു വിഷയമല്ല. എല്ലാ യുവാക്കളും യുവതികളും ഒന്നിച്ച് നിന്ന് അതേപോലെ തന്നെ അതിൽ തന്നെ ഞാൻ കണ്ടു, സുബ്ഹാനല്ലാഹ്, സ്ത്രീകൾക്ക് തുള്ളൽ പഠിപ്പിക്കാൻ, ആര് പുരുഷന്മാരിൽ നിന്നിട്ട് തുള്ളൽ പഠിപ്പിക്കാൻ, തുള്ളിപ്പിക്കാൻ. ഇതൊക്കെ ഏത് ഖിയാമത്ത് നാളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. കുല്ലിൽ മുഅ്മിനീന യഖുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മുഅ്മിനീങ്ങളോട് പറയൂ നബിയെ, അവർ കണ്ണടക്കട്ടെ, അന്യസ്ത്രീകളിലേക്ക് അവർ നോക്കാൻ പാടില്ല. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ രഹസ്യാവയവങ്ങൾ അവർ സൂക്ഷിക്കട്ടെ. ഖുർആൻ എത്ര ഗൗരവത്തിലാണ് പഠിപ്പിക്കുന്നത്. അതേപോലെ അതേ സ്ത്രീകൾ അവരുടെ കണ്ണും അന്യപുരുഷന്മാരിലേക്ക് നോക്കാൻ പാടില്ല. ഇങ്ങനെ എത്ര ആയത്തുകളും ഹദീസുകളും ഒക്കെയാണ്. പക്ഷേ അതൊന്നുമില്ല, യാതൊരു വിലയും ഇല്ല. ദീനിന്റെ നിയമങ്ങൾക്ക് ഒരു വിലയും ഇല്ല. ഓരോരുത്തരും അവനവന്റെ വിവരക്കേട് പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമു ഒന്നിച്ച് ഇവിടെ നിന്ന് പിടിക്കപ്പെടുകയല്ല, അതേപോലെ നീക്കിക്കളയുകയല്ല, മറിച്ച് ആലിമീങ്ങൾ മരിച്ചു പോകുന്നത് കൊണ്ടാണ് ഇവിടെ ഇൽമിൻ ഇല്ലാതെയാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ, ഒരു മുജ്തഹിദായ പണ്ഡിതനെയും അല്ലാഹു അവശേഷിപ്പിക്കാത്ത വിധം ഇമാമിങ്ങളെല്ലാം മരിച്ചു തീർന്നു പോകും. അങ്ങനെ വരുമ്പോൾ അറിവില്ലാത്ത പലരെയും ജനങ്ങൾ പിടിച്ച് നേതാക്കളാണ്. അവരോട് കാര്യങ്ങൾ അന്വേഷിക്കും, അവരതനുസരിച്ച് അവരെ ഇഷ്ടത്തിന് മറുപടി പറയും. അവർ സ്വയം പിഴക്കുന്നു, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ, മുൻഗാമികളായ മഹാന്മാർ എങ്ങനെയാണോ നമുക്ക് ദീനിന്റെ പ്രവർത്തനങ്ങൾ പഠിപ്പിച്ചു തന്നത്, ദീനിന്റെ ദഅവത്ത് പഠിപ്പിച്ചു തന്നത്, അത് മുറുകെ പിടിച്ചുകൊണ്ട് അവർ പഠിപ്പിച്ച ആശയം എന്താണെന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കി അത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ സന്നദ്ധരാകണം. ഒരിക്കലും തന്നെ ഹറാമുകളുമായി ബന്ധപ്പെടാൻ പാടില്ല. നമ്മൾക്ക് മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ വിപത്ത് മനുഷ്യന്റെ ഹൃദയത്തിനുണ്ടാകുന്ന നാശമാണ്. ഹൃദയത്തിന് നാശമുണ്ടാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അറ്റാക്ക് ഉണ്ടാവുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിഞ്ഞതാകണം. അള്ളാഹു നമ്മുടെ രഹസ്യം അറിയുന്നു, അള്ളാഹു നമ്മുടെ പരസ്യം അറിയുന്നു. ആ അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും നടത്തുന്നവരാകണം. ഒരിക്കലും തന്നെ ഭൗതിക താല്പര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി പോകാൻ പാടില്ല. അതേ ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയാൽ, അതിനു വേണ്ടിയുള്ള ചിന്തയും പ്രവർത്തനങ്ങളുമായാൽ നമ്മൾ ആ പ്രവർത്തിക്കുന്നതിൽ ധാരാളം വർദ്ധിപ്പിച്ചു കൊടുക്കും. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതേസമയം നൂതിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. ആഖിറം ചിന്തിക്കുന്നതിന് പകരം ദുനിയാവിന്റെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിൽ അല്ലാഹു പറയുന്ന ദുനിയാവിൽ ചിലപ്പോൾ പണം തരും, അധികാരം തരും, അങ്ങനെ പലതും തരും. നൂതിഹി മിൻഹാ, പക്ഷേ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്.
ആഖിറത്തിൽ ഒന്നും കിട്ടൂല. നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. ഞാനൊരു നല്ലവനാണ്, അങ്ങനെ ഒരു ചിന്ത ആർക്കും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ഞാൻ വളരെ മോശക്കാരനാണ്, ഞാൻ നന്നാകണം എന്ന ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ വരണം. മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ വലിയ പ്രമുഖനാണ്, മഹാപണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ അവിടുന്ന് പറഞ്ഞതായി കാണാം, അദബുൽ അബീദി ശുഹൂദുഹും സൂഅ അദബിഹിം ഫീ ജമീഇ മുആമലതിഹിം മഅ അല്ലാഹി തആല വമഅ ഖൽഖിഹി വഖില്ലത്തു അദബിഹിം ശുഹൂദുഹും അന്നഹും മുതഅദ്ദിബൂന മഅ അല്ലാഹി തആല വമഅ ഖൽഖിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ ഒരു അടിമയുടെ അദബെന്താണ്? എപ്പോഴും ഞാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നവനല്ല, ഞാൻ ക്ലിയറായി ജീവിക്കുന്നവനല്ല എന്നിങ്ങനെയാണ് മനസ്സിലുണ്ടാകേണ്ടത്. നേരെ മറിച്ച് ഞാൻ പടച്ചവന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആളാണ്, ഞാൻ സൃഷ്ടികളുടെ മുമ്പിൽ വലിയ സ്ഥാനമുള്ള ആളാണ് എന്ന് പ്രകടിപ്പിച്ച് ജീവിക്കുമ്പോ അത് ഏറ്റവും വലിയ അദബ് കേടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഉൾക്കാഴ്ച തുറന്നു തരുന്നുവെങ്കിൽ നീ സൂക്ഷിച്ചോ. നീ മറ്റുള്ള ആളുകൾക്ക് നന്മ ഉദ്ദേശിക്കണം, മറ്റുള്ളവരെ സന്മാർഗത്തിലേക്ക് നയിക്കണം, പക്ഷേ നീ നേരെയായി ജീവിക്കുകയും വേണം. വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലുണ്ടാവില്ലല്ലോ. ജീവിതത്തിൽ വളവുള്ളവൻ, ജീവിതത്തിൽ വക്രതയുള്ളവൻ, നേർക്കുനേരെയുള്ള വിശ്വാസം അവനില്ല, നേർക്കുനേരെയുള്ള ആചാരം അവനില്ല, നേർക്കുനേരെയുള്ള പ്രവർത്തനം അവനില്ല. അവൻ വളഞ്ഞ വിശ്വാസക്കാരനാണ്. അവന്റെ വിശ്വാസം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ല, മറിച്ച് വളഞ്ഞ വിശ്വാസമാണ്. അതേപോലെ അവന്റെ ചിന്തകൾ വളഞ്ഞ ചിന്തയാണ്, നേർക്കുനേരെയുള്ള ചിന്തയല്ല. അങ്ങനത്തെ ആളുകൾ സൃഷ്ടികളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അതേ ശൈഖായി നേതാവായി ഇരിക്കാൻ പാടില്ല. അത് വിവരക്കേടാണ്. നീ ഒരാൾക്ക് ഉപദേശം നൽകുമ്പോ നിന്റെ മനസ്സിലുണ്ടാകണം, ഉപദേശിക്കപ്പെടുന്നവൻ എന്നെക്കാൾ നല്ലവനാണ്, ഞാനൊരു നല്ലവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ടല്ല ഉപദേശം നൽകേണ്ടത്. ഞാൻ ആരെയാണോ ഉപദേശിക്കുന്നത് അവൻ എന്നേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ നല്ലവനായിരിക്കും. പിന്നെ ഞാൻ എന്തിനു ഉപദേശിക്കണം? എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ഒരാൾക്ക് 1000 രൂപ കൊടുക്കണമെന്ന് ഉടമസ്ഥൻ തന്ന് ഏൽപ്പിച്ചാൽ ഞാൻ വളരെ ഞെരുക്കക്കാരനാണെങ്കിലും ആ ഞെരുക്കക്കാരനായ ഞാൻ ഏൽപ്പിച്ച വസ്തു അദ്ദേഹത്തിന് കൊടുക്കണ്ടേ? അയാൾ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളാണ് എന്ന് വെച്ചിട്ട് എന്നെ ഏൽപ്പിച്ചത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇതേപോലെ പണ്ഡിതന്മാർ, അവർക്ക് അല്ലാഹു തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ഇൽമു പറയുക എന്നത്. ആ കേൾക്കുന്ന ആളുകൾ എന്നെക്കാൾ മോശക്കാരനാണ് എന്ന് ധരിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ പ്രസംഗിക്കുകയോ ക്ലാസ് എടുക്കുകയോ ഇൽമു പറയുകയോ ചെയ്യരുത്. മറിച്ച് ഞാൻ വളരെ മോശക്കാരനും മറ്റുള്ളവരെല്ലാം എന്നേക്കാൾ നല്ലവനുമാണ് എന്ന് ചിന്തിക്കണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ചിന്തകൾ, അങ്ങനെ ആയിരിക്കണം നമ്മളുടെ പ്രവർത്തനങ്ങൾ. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന നിലക്കായിരിക്കണം. അതില്ലാതെ ഒരു മനുഷ്യൻ അവനവനെ സംബന്ധിച്ച് നല്ല ധാരണ വെച്ച് അങ്ങനെ ഞാൻ വലിയ ആളാണ് എന്ന് വിചാരിച്ചു പോവുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധവനായി പോകും. വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ആളുകൾ പലരും സാലിഹീങ്ങളുടെ വേഷം കെട്ടി, സാലിഹീങ്ങളുടെ രൂപം കാണിച്ച് അവരെ പോലെയാണ് ഞാനും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അങ്ങനെ ചിന്തിക്കുന്ന പലരും ആലിമീങ്ങളെ കുറ്റം പറയുന്നവരും ചീത്ത വിളിക്കുന്നവരും സയ്യിദന്മാരെ നിന്ദിക്കുന്നവരും മുതഅല്ലിമീങ്ങളെ നിന്ദിക്കുന്നവരും ദീനീ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവരുമായി നമ്മൾ കാണുന്നുണ്ട്.
അതിലൊരിക്കലും ഒറ്റ മുസ്ലിമീങ്ങളും പെട്ടുപോകാൻ പാടില്ല. നിങ്ങളുടെ തൊട്ടടുത്താണ് വാഴക്കാട് എന്ന് പറയുന്ന പ്രദേശം. ആ വാഴക്കാട് പ്രദേശത്ത് ഇന്നും നമുക്ക് പോയാൽ ഒരു വലിയ സ്ഥാപനം കാണാം. അത് ദാറുൽ ഉലൂം എന്നാണ് അതിന്റെ പേര്. സുബ്ഹാനല്ലാഹ്, വൈജ്ഞാനിക രാജ്യം എന്നല്ലേ അതിന്റെ അർത്ഥം? എന്തേ അതങ്ങനെ തന്നെ സ്ഥാപിച്ചതായിരുന്നു. ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് അവറുകൾ അവിടെ ഓതിപ്പടിച്ച പണ്ഡിതനാണ്. ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ അവിടെ ദർസ് നടത്തിയ പണ്ഡിതനാണ്. അതേപോലെ താജുൽ ഉലമ അവിടെ ഓതിപ്പടിച്ച പണ്ഡിതനാണ്. താജുൽ ഉലമയെ അനുസ്മരിക്കുന്ന ഒരു വേദിയല്ലേ നമ്മുടെ. പക്ഷേ ആ സ്ഥാപനം ഇന്ന് നമ്മുടെ കൈവശത്തിലുണ്ടോ? ഇല്ലല്ലോ. അത് ബിദ്അത്തുകാർ കൊണ്ടുപോയില്ലേ. എന്താണ് കാരണം? കാരണം അന്ന് നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന ശക്തിപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് അത് ബിദ്അത്തിന്റെ ആളുകൾ തട്ടിക്കൊണ്ടുപോയി. നമുക്കറിയാം സുഹൃത്തുക്കളെ, ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്ത് ബംഗാളികൾ വരുന്നു, ബീഹാരികൾ വരുന്നു, പല നാടുകളിൽ നിന്നും പലരും വരുന്നു. അവരുടെ പേര് ചോദിച്ചു നോക്കൂ നിങ്ങൾ. അവരുടെ പേരെത്ര സുന്ദരമായ പേര്, ഹബീബുർ റഹ്മാൻ, അതേ സദഖത്തുള്ള, അങ്ങനെ തുടങ്ങിയിട്ട് നല്ല പേരാണ്. പക്ഷേ നിങ്ങളവരെ ഒന്ന് പള്ളിയിലേക്ക് ജുമയ്ക്ക് വിളിച്ചാൽ അവർക്ക് ജുമ നിസ്കരിക്കാൻ പലർക്കും അറിയില്ല. അവർക്ക് ഫാത്തിഹ അറിയില്ല, ഒതു എടുക്കാൻ അറിയില്ല, കുളിക്കാൻ അറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല, നിസ്കാരത്തിന്റെ ശർത്തും ഫർളും പലതും അറിയില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ അനുഭവമല്ലേ അത്. എന്തേ അവരങ്ങനെ ആയിപ്പോയത്? അവര് അനാഥകളായി പോയി. ഏറ്റവും വലിയ അനാഥ ആരാണ്? അറിവ് കിട്ടാത്തവരാണല്ലോ. അറിവ് കിട്ടാത്ത അനാഥകളായി പോയി. എന്തേ എങ്ങനെ സംഭവിച്ചത്? അങ്ങനെ സംഭവിച്ചതിന്റെ കാരണം അവരുടെ രാജ്യത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരും നമ്മുടെ കേരളത്തിൽ ഉള്ളതുപോലെ ഉണ്ടായില്ല. അതേ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായില്ല, മദ്രസ സിലബസും പഠനവും ഉണ്ടായില്ല, ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന രീതി ഉണ്ടായില്ല. എന്തേ കാരണം? സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവിടെ കേരളത്തിലുള്ളതുപോലെ സുശക്തമായ പ്രവർത്തനം അതാ സംഘടനയിലൂടെ നടത്തിയില്ല. പണ്ഡിതന്മാരില്ലാഞ്ഞിട്ടാണെന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ മൂലയിലിരുന്ന് സ്വന്തത്തിൽ ചിലതൊക്കെ പഠിപ്പിക്കാൻ നോക്കി. ഒരു കൃത്യമായ രീതിയും രൂപവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ എത്രയോ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ നിസ്കാരമറിയില്ല, ഒതുവറിയില്ല, ഖുർആൻ ഓതാൻ പോലും അറിയില്ല. ഇത് നമ്മൾ നമ്മുടെ അതിഥി തൊഴിലാളികളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പണ്ഡിത സഭയും നമ്മുടെ ഉലമാക്കളും സംഘടിച്ച് പ്രവർത്തിച്ചതിന്റെ നന്മയും ഗുണവും കേരളീയ ജനങ്ങൾ നന്നായി ആസ്വദിക്കുകയാണ്. ഇപ്പോൾ ചില മൂലകളിൽ ഇരിക്കുന്നവരുണ്ട്. അവർക്ക് സംഘടന വേണ്ട, സംഘടന പറ്റില്ല. അവരുടെ ലക്ഷ്യമെന്താണ്? ലക്ഷ്യം അല്ലാഹുവിന്റെ ദീന് തകർക്കലാണ്. കാരണം നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളാണ് ദീനിന്റെ കാവൽക്കാരെ സൃഷ്ടിച്ചിട്ടുള്ളതും ദീനിന്റെ കാവൽക്കാരായി പ്രവർത്തിക്കുന്നതും. സംശയമില്ലല്ലോ. മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ വലിയ മതില് പാടിയ ആളാണ് മഹാനായ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോർ കുറവായി ഇതൊക്കെയും നോക്കിയെടുത്തോർ. ഒരുപാട് കിതാബുകൾ നോക്കി. അതേ 500-ലധികം കിതാബ് രചിച്ച ആ പണ്ഡിതൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിച്ചതാണല്ലോ മുഹീദ്ദീൻ മാല. ആ മാലയിൽ ഒരു കുഴപ്പവുമില്ലല്ലോ. പ്രായമുള്ളവർ ഓർമ്മയുണ്ടാവും. വാഴക്കാട് നമ്മൾ കണ്ണിൽ പ്രസംഗം നടത്തുമ്പോ മൗലവി ചോദിച്ചു, ഉപയോഗത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ പൽബകം എന്നോവർ. അങ്ങനെയാണെ മുസ്ലിയാരെ തുണി കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. കാരണം മൂപ്പരിങ്ങനെ കാണൂലേ.
എന്ന് വാഴക്കാട്ടിൽ നിന്ന് മൗലവി ചോദിച്ചു. ചെറുപ്പക്കാരായ സാധാരണക്കാരായ ആളുകളുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി വളരെ മോശമായ ചോദ്യമാണ് ആ മൗലവി ചോദിച്ചത്. അതിനനുസരിച്ച് മറുപടിയും പറഞ്ഞു. കാരണം മനുഷ്യന്റെ മനസ്സ് ശുദ്ധീകരിക്കുക എന്നതാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള അതിബ്ബാഉൽ ഖുലൂബ് എന്ന് പറയുന്ന ഹൃദയ ശുദ്ധീകരണം നടത്തുന്ന ഡോക്ടർമാർ അവരുടെ പ്രവർത്തനം മനസ്സ് ശുദ്ധീകരിക്കലാണ്. മനസ്സ് ശുദ്ധീകരിക്കണമെങ്കിൽ മനസ്സ് കാണണ്ടേ? അത് ശരിക്കും കാണുന്നവരാണ് അവർ. മനസ്സിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ അറിയുകയാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വലിയൊരു പവറാണ്. ആ പവർ ലഭിച്ച മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മാനവരുടെ ചരിത്രത്തിൽ നമുക്ക് ധാരാളമായി കാണാം. 100 പണ്ഡിതന്മാർ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചോദിച്ച് കുട്ടിക്കാൻ വേണ്ടി വന്നിരുന്നു. അവരെ മഹാനവരുടെ സദസ്സിലെത്തി 100 ചോദ്യം ചോദിക്കാൻ വന്നവർ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സദസ്സിലെത്തിയപ്പോൾ ഒറ്റ ചോദ്യം ഓർമ്മയില്ല, അതേപോലെ തന്നെ ഒരു കാര്യം ഓർമ്മയില്ല. അവർ നിലവിളിച്ചു പോയി. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് മാപ്പ് പറഞ്ഞു. ബഹുമാനപ്പെട്ടവര് അതാ സമീപത്തേക്ക് ചെന്ന് മാപ്പ് പറഞ്ഞപ്പോ അവരെ ഓരോരുത്തരെ വിളിച്ച് അതാ അവരോട് പറയുന്നു, നിങ്ങൾ ചോദിക്കാൻ വിചാരിച്ച ചോദ്യം ഇന്നതാണ്, അതിന്റെ മറുപടി ഇന്നതാണ്. അങ്ങനെ 100 ആളോടും വിശദമായി വിവരിച്ചു. അവര് ശരിയെന്ന് തൗബ ചെയ്തപ്പോൾ അവരുടെ ഇൽമു മുഴുവനും അവർക്ക് മഹാനവറുകൾ കാരണത്താൽ തിരിച്ചു കിട്ടി. അതാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. അതേ സമയത്ത് ഈ വെടക്ക് മനുഷ്യന്മാർക്ക് വെടക്കേ ചിന്ത ഉണ്ടാവുള്ളൂ. ഖുർആൻ തന്നെ പറഞ്ഞതാണ്, വെടക്ക് നാവ് വെടക്ക് മനുഷ്യന്മാർക്കുള്ളതാണ്. വെടക്ക് സ്ത്രീകളും വെടക്ക് മനുഷ്യന്മാർക്കുള്ളതാണ്. അപ്പോ ആ മൗലവി മഹാനായ മുഹീദ്ദീൻ ശൈഖ് അല്ലാഹു കൊടുത്ത ഈ വലിയ സ്ഥാനത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചോദിച്ചത് എന്താണ്? അപ്പൊ തുണി കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ, ഒക്കെ കാണൂലേ എന്നാണ്. അയാളെ മനസ്സ് പോയത് ആ ബൈക്കേക്കാണ്. ഞാനെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ചിന്തിക്കാനുള്ള മനസ്സുണ്ടായില്ല. നിങ്ങളെ ചിന്ത പോയത് വൃത്തികെട്ട ഭാഗത്തേക്കാണ്. കാരണം വൃത്തികെട്ട ചിന്തയാണ്. ഔലിയാക്കളെ സംബന്ധിച്ച് നല്ല ചിന്തയുണ്ടായില്ല. പറഞ്ഞത് എന്താണ്? ഇതല്ലേ പറഞ്ഞിട്ടുള്ളൂ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം മഹാനവറുകൾ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ പറയാത്തത് വായിച്ചത് എന്തിനാ? പലരുടെയും സ്വഭാവം അങ്ങനെയാണ്. പറയാത്തത് വായിക്കുക, പറഞ്ഞത് അവിടെ വെക്കുക, എന്നിട്ട് വേറൊന്ന് അവരുടെ വകയിൽ ഉണ്ടാക്കുക, എന്നിട്ട് വിമർശനം നടത്തുക. എല്ലാ വിമർശകരുടെയും സാധാരണ സ്വഭാവമാണ്. നമ്മൾ വിമർശിക്കാൻ വേണ്ടി ജീവിക്കേണ്ടവരല്ല, നമ്മൾ തർക്കിക്കാൻ വേണ്ടി ജീവിക്കേണ്ടവരല്ല. പറഞ്ഞു, മോനെ, നീ വലിയ ആളായി എന്ന് വിചാരിച്ച് നടക്കാൻ നീ വേണ്ടത് എന്താണ്? ഇന്നത്തെ കാലത്ത് ഒരു മുസ്ലിമായി ജീവിക്കുക എന്നത് തന്നെ വളരെ പ്രയാസമുള്ള സംഗതിയാണ്. ഒരു ശരിയായ കാമിലായ മുഅ്മിനായി ജീവിക്കുക എന്നത് പിന്നെയല്ലേ. കാമിലായ മുഅ്മിനായി ജീവിക്കുമ്പോ അവർക്ക് വലിയ സ്ഥാനങ്ങൾ ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളിൽ നിന്ന് ഒരാളെ സംബന്ധിച്ച് സഅദ് റളിയല്ലാഹു അൻഹു, ഓ നബിയെ, ഞാൻ അദ്ദേഹത്തെ മുഅ്മിനായി മനസ്സിലാക്കുന്നു, നിശ്ചയം എന്തേ അദ്ദേഹത്തിന് കൊടുക്കാത്തത് എന്ന് ചോദിച്ചു. മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. നബി തങ്ങൾ ആ സമയത്ത് പറഞ്ഞു, ഔ മുഅ്മിനൻ എന്നതിന് പകരം ഔ മുസ്ലിമൻ, നിങ്ങൾക്ക് മുസ്ലിം എന്ന് പറഞ്ഞൂടെ, മുഅ്മിൻ എന്ന് പറയാൻ നിൽക്കണോ? അതെന്തേ? മുഅ്മിൻ എന്ന് ശരിക്കും പറയണമെങ്കിൽ, കാമിലായ മുഅ്മിനാണെന്ന് പറയണമെങ്കിൽ അതിന് വലിയ അറിവ് ലഭിക്കണ്ടേ? നിങ്ങൾക്ക് വഹിയൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? മുസ്ലിം എന്ന് പറഞ്ഞ പോലെ. അപ്പൊ മുഅ്മിൻ എന്ന് പറയുന്ന പ്രയോഗം അത് വളരെ മഹത്വമുള്ള ഒരു പ്രയോഗമാണ്. ആ പ്രയോഗം പ്രയോഗിക്കുന്നതിന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തടസ്സം പറയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറഞ്ഞു, ഓ സഹദേ, നിങ്ങൾ വിചാരിക്കണ്ട, ഞാനൊരാൾക്ക് കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തോട് വലിയ താല്പര്യമാണ് എന്ന് വിചാരിക്കണ്ട. കൊടുക്കാത്ത ആളോട് എനിക്ക് താല്പര്യമില്ലെന്നും വിചാരിക്കണ്ട. ഞാൻ ചിലപ്പോൾ പലർക്കും കൊടുക്കുന്നത് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരിക്കും. കൊടുക്കാതിരിക്കുന്നവരോട് എനിക്ക് കൂടുതൽ ചിലപ്പോൾ താല്പര്യമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു.
അപ്പൊ യഥാർത്ഥ മോമിനാവുക എന്ന് പറയുന്നത് അത് തന്നെ വലിയ പ്രയാസമുള്ള ഒരു കാലമാണ് ഈ കാലം. മഹാനായ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു ചെറിയ റിസാല എഴുതുന്നു. അത് എഴുതാനുള്ള കാരണം എന്താണ്? ഈ കാലഘട്ടത്തിൽ, ഈ കാലം എന്ന് വെച്ചാൽ മഹാനവറുകളുടെ കാലഘട്ടം, ആ കാലഘട്ടത്തിലുള്ള ചില ആളുകൾ അവർ വലിയ മഹാന്മാരാണെന്ന് നടിച്ചിങ്ങനെ പോവുകയാണ്. അവർ വലിയ ഔലിയാക്കളാണ് എന്ന് വാദിക്കുന്നു. ഏത് നിലക്ക്? അവർ കന്നുകാലികളെക്കാൾ പിഴച്ചു പോയവരാണ്. അവരുടെ ധാരണ ഞങ്ങൾ ഔലിയാക്കളിൽ വലിയ പ്രമുഖരാണ് എന്നാണ്. പക്ഷേ കന്നുകാലികളെക്കാൾ അതിപ്പതിച്ചു പോയവരാണ്. എന്റെ ഈ ചെറിയ കൃതിയിൽ ഞാൻ അത് ശരിക്കും വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എന്താ സംഭവിച്ചത് അറിയോ? ചിലപ്പോ ഒരു ശൈഖാകാനൊന്നും യോഗ്യതയില്ലാത്ത ഒരാള് അദ്ദേഹത്തിന് സമ്മതം കൊടുക്കുന്നു, കുറച്ചാളെ കൂട്ടിയിട്ട് ദിക്റിയല്ല. അല്ലെങ്കിൽ ആളുകൾക്ക് തരീഖത്തിൽ കേറ്റാനുള്ള ദിക്റ് ചൊല്ലിക്കൊടുക്കാൻ സമ്മതം കൊടുക്കുന്നു. ആര്? അതിന് അർഹതയില്ലാത്തവർ. അല്ലെങ്കിൽ ആരും സമ്മതമൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെ എനിക്കൊരു ശൈഖാടെ ബന്ധിയാക്കി നടക്കുകയാണ്. ഒരു ജിന്നോ ശൈത്താനോ ശബ്ദിക്കുകയാണ്. ആ ശബ്ദം ഇയാൾ കേൾക്കുമ്പോൾ ഞാൻ വലിയ വലിയായി, എനിക്ക് ആ ശബ്ദം കേൾക്കുന്നു, ഞാൻ ദിക്റിൽ കൊടുക്കാൻ ഓർഡർ കിട്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ കുറച്ച് ജോലിക്ക് പോകുന്ന പണിക്കാരെയും കുറച്ച് കൃഷിക്ക് പോകുന്ന കർഷകരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി നാട്ടിൽ തന്നെ ദിക്റ് തുടങ്ങുകയാണ്. ചിലപ്പോ നാടൊട്ടാകെ കറങ്ങിയിട്ട് ദിക്റ് സ്ഥാപിക്കുകയാണ്. പണ്ഡിതന്മാർക്കടക്കം വലിയ കലക്കം വന്നുപോയ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം കുറെ പരിപാടി അധികം വിജയണമെന്ന് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും നല്ല പറഞ്ഞു കൊടുക്കുന്നതല്ലോ പ്രശ്നം. അതോടുകൂടെ അദ്ദേഹം വാദിക്കുകയാണ്, നബിന്റെ സ്ഥാനത്തുള്ള ഖലീഫയാണ് ഞാൻ എന്ന് വാദിക്കുകയാണ്. ഈ ഒരൊറ്റ ഞാൻ ശൈഖാണെന്ന് വാദിച്ചുകൊണ്ടുള്ള ഇത്തരം പരിപാടി ഉണ്ടല്ലോ, അത് മാത്രം മതി കുഫറിന്. ഈമാൻ തെറ്റിപ്പോകാൻ അത് മതി. വജഹ്ലൻ വിവരക്കേടിന് അത് മതി. വസൂഅ അദബിൻ അദബ് കേടിന് അത് മതി. വൈനൽ മഖാമു മിനൽ മഖാം. മഹാനായ الغوث الأعظم محي الدين عبد القادر الجيلاني سلطان العارفين أحمد الكبير الدفاعي أحمد البدري إبراهيم الدسوقي أبو الحسن الشاذلي ഇങ്ങനെ തുടങ്ങിയുള്ള വലിയ വലിയ മഹാന്മാരുണ്ട്. അവരുടെ സ്ഥാനവും ഈ ശൈഖ് വാദികളുടെ സ്ഥാനവും എവിടെ കിടക്കുന്നു മക്കളെ? വൈനൽ മലായികത്തു മിനശ്ശയാത്തീൻ. മലക്കുകളുടെ സ്ഥാനവും ശൈത്താന്മാരുടെ സ്ഥാനവും എവിടെ കിടക്കുന്നു? പറയാണ്, അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥാനമാനം കൊതിച്ച് എന്തെല്ലാമോ വാദിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരെ ഇകഴ്ത്തി, പണ്ഡിതന്മാരെ നേതൃത്വം കൊടുക്കുന്ന സംഘടനകളെ, അതിൽ നിന്ന് ചെറുപ്പക്കാരെ അല്ലാത്തവരെ അകറ്റിക്കളയാൻ വേണ്ടിയുള്ള ദുർമന്ത്രണങ്ങൾ നടത്തുന്നവരെ പിന്തുടർന്ന് നമ്മുടെ ആശ്രമം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ദീനീ ചലനങ്ങൾ നിർത്തിക്കളയരുത്. വളരെ ശ്രദ്ധാപൂർവം ഇക്കാര്യം വളരെ നന്നായി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേ ഖുർആനിൽ നിങ്ങൾ കണ്ടില്ലേ, ആദ്യം തന്നെ കാണുന്ന സൂറത്തുൽ ഫാത്തിഹയാണ്. അതിലുള്ള ദുആ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. മഹാന്മാരെ വഴിയിലായി നമ്മളെ നടത്തി തരണമെന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്.
എന്നാൽ അതിന്റെ അവസാനത്തിലുള്ള സൂറത്തോ, പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്തോ അത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മനുഷ്യന്റെ മനസ്സിൽ ദുർമന്ത്രങ്ങൾ ഇട്ട് കൊടുക്കുന്ന, സംശയം ജനിപ്പിക്കുന്നവരിൽ കാവല് ചോദിക്കുന്ന സൂറത്താണ്. ആരാണത്? മിനൽ ജിന്നതി വന്നാസ്. ജിന്നുകളും മനുഷ്യന്മാരും ആ പ്രവർത്തന രംഗത്തുണ്ട്. ജനങ്ങളെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഓ സുഹൃത്തുക്കളെ, മഹാനായ താജുൽ ഉലമ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അതേ മഹാന്മാരായ പണ്ഡിതന്മാര് പലരും നമ്മൾ കണ്ടു. എത്ര വലിയ ആലിമായിരുന്നു ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ്. അവിടുത്തെ വലിയ ബഹർ പോലത്തെ പണ്ഡിതന്മാരായ ശിഷ്യന്മാർ, അവരുടെ ഉസ്താദ് സദഖത്തുൽ മുസ്ലിയാർ, അതേപോലെ തന്നെ അഹമ്മദ് കോയ ശാരിയാത്തി, ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, നവറല്ലാഹു മർഖദുഹും, അങ്ങനെ എത്ര ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങൾ ആരും ഞാനൊരു വലിയ ശൈഖാണെന്നും പറഞ്ഞിരുന്നു. സുബ്ഹാനല്ലാഹ്, മറ്റുള്ള ആലിമീങ്ങളെ ഗീബത്ത് പറയാനിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും പണ്ഡിതനെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? നിസ്സാരപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, അവരെ ജീവിതം മുഴുക്കെ ദീനുൽ ഇസ്ലാമിയുടെ നിലനിർത്താൻ ഭദ്രമായ സംഘടനാ സംവിധാനം വേണമെന്ന് ചിന്തിച്ച് അവരെ പ്രായകാലത്തു അവരോടി നടന്ന് പ്രവർത്തിച്ചില്ലേ? താജുൽ ഉലമ എത്ര പ്രായമുള്ള സമയത്താണ് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചത്. അതിനേക്കാളൊക്കെ വിവരമുള്ള ആരാണ് ഇപ്പോഴുള്ളത്? ആ മാർഗം അവലംബിച്ച് നമ്മൾ SSFന്റെ, SYSന്റെ, മുസ്ലിം ജമാഅത്തിന്റെ നമ്മുടെ സ്ഥാപനങ്ങളുടെ അൽഹംദുലില്ലാഹ് ദാറുൽ അമാൻ, അല്ലാഹു തആല അത് ദാറുൽ അമാനായി നിലനിർത്തി തീർമാറാക്കി. നിർഭയത്വത്തിന്റെ വീട്, അതേ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കുന്ന സ്ഥലം. അതിന്റെ കലണ്ടർ വരും. എല്ലാവരും നല്ല തുക കൊടുത്ത് കലണ്ടർ വാങ്ങണം എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഇന്നത്തെ കാലത്ത് ഇൽമു പഠിക്കാനും ഇത്രയും സൗകര്യമുണ്ടാവുക? അതിനെത്രയാണ് പണ്ഡിതന്മാർ കഠിനാധ്വാനം ചെയ്യുന്നത്. ഈ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മർഹൂം TC ഉസ്താദ് അല്ലാഹുവിന്റെ ഖബറിന് സന്തോഷം നൽകട്ടെ, എത്രയായിരുന്നു അധ്വാനിച്ചിരുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഇപ്പോഴും ഈ പ്രായമുള്ള സമയത്തും സുൽത്താനുൽ ഉലമ എത്രയാണ് അധ്വാനിക്കുന്നത്. നമ്മുടെ പണ്ഡിതന്മാരെല്ലാം എത്രയാണ് അധ്വാനിക്കുന്നത്. ചെറിയ പ്രയാസമാണോ? എന്തിനാണത്? അവർക്ക് കാര്യം കിട്ടാൻ വേണ്ടി അല്ല. മഹാനായ ഇമാം ശറാനി റളിയല്ലാഹു അൻഹു പറയാണ്, വഅർജു മിനല്ലാഹിൽ കരീം അന്ന കുല്ല മൻ നദറ ഫീഹാ ബിൽ അദബി മിൻ മശായിഖ് ഹാദ സമാനി അലിമ യഖീനൻ അന്നഹു ലം യസുമ്മ റായിയത്തുൽ വിലായ. ഇന്നത്തെ കാലഘട്ടത്തിൽ ശൈഖാണെന്നും പറഞ്ഞ് ഇരിക്കുന്നവരുണ്ടല്ലോ, ഒരല്പം അദബ് അവർക്കുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും, ഉറപ്പിച്ച് മനസ്സിലാക്കാൻ കഴിയും. ലം യസുമ്മ റായിയത്തുൽ വിലായ, അവർ വലിയാകാൻ പോയിട്ട് അതിന്റെ മണം പോലും അവർക്ക് കിട്ടിയിട്ടില്ല. ഫളലൻ അൻ ഹുസൂലിഹാ ലഹു, വിലായത്ത് കിട്ടുക എന്നത് പോയിട്ട് വിലായത്തിന്റെ മണം പോലും കിട്ടിയിട്ടില്ല. ഫയസ്തരിഹു മിന ദഅാബിൽ കദിബ, അതുകൊണ്ട് തന്നെ ഈ ശുദ്ധമായ കളവ് പറഞ്ഞ് ഞാൻ ശൈഖാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഏർപ്പാട് അത് നിർത്തുമായിരുന്നു. വയജിദു നഫ്സഹു അരിയൻ അൻ സിഫാത്തിൽ ഔലിയാഇ റളിയല്ലാഹു അൻഹു, ഔലിയാക്കളുടെ സവിശേഷതകളൊന്നും അവനില്ലെന്ന് അവൻ മനസ്സിലാക്കുമായിരുന്നു. അമ്മാ മൻ ലം യുരിദില്ലാഹു ഹിദായതഹു ഫഹുവ തഹത മശിയത്തില്ലാഹ്, അല്ലാഹു ഹിദായത്ത് ഉദ്ദേശിക്കാത്ത കക്ഷികൾ അവർ അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരം അങ്ങനെ പോകും. അവരോട് നമ്മൾ പണ്ഡിതന്മാരോ
അല്ല മുസ്ലിംമാരോ അല്ലെങ്കിൽ ഇമാമിങ്ങളോ എന്തുപദേശം നൽകിയാലും അതാ ഉലൈകല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും അവരെ മനസ്സ് ശുദ്ധിയാക്കാൻ അല്ലാഹു ഉദ്ദേശിക്കാത്ത കക്ഷികളുണ്ട്. ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. അവർക്ക് ദുനിയാവിൽ തന്നെ നിന്ദ്യതയുണ്ട്, ആഖിറത്തിൽ ഭയാനകമായ ശിക്ഷയുമുണ്ട്. ആ അനുയായികൾ, ഈ വ്യാജന്മാരെ പിന്തുടർന്ന അനുയായികൾ, സമ്മാഊന ലിൽ കദിബി അകാലൂന ലിസ്സുഹ്ത്, അവർ കള്ളം കേട്ട് കുത്തിയിരിക്കുന്നവരാണ്, ഹറാം ധാരാളം തിന്നുന്നവരാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ പറയുകയോ ഉപദേശിക്കുകയോ സൂചിപ്പിക്കുകയോ ചെയ്യുന്ന ഒരൊറ്റ മനുഷ്യനെയും ഒരാളും നല്ലവനാണ് എന്ന് ധരിക്കാൻ പാടില്ല. ഞാനതിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഒരാൾ ശരിയായ ശൈഖാകണമെങ്കിൽ കൂടെ കൂടുന്ന ശിഷ്യന്മാർ, മുരീദ് എന്നൊക്കെ പറയാം, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി മഹാന്മാരുടെ കൂടെ കൂടുന്നവർ, അവരാണ് മുരീദ്. അള്ളാഹ് പറഞ്ഞില്ലേ, വസ്ബിർ നഫ്സക മഅല്ലദീന മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹഹു. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച്, വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. അങ്ങനെ മഹാന്മാരുടെ കൂടെ കൂടുന്ന ആൾക്കാർ, ആ ആളുകൾ, അതാണ് മുരീദ്. അവർ അതാ മുരീദായി ആളുകളെ സ്വീകരിക്കുന്ന ശൈഖാകണമെങ്കിൽ ആത്മീയ ലോകത്ത് വെച്ച് അലസ്തു ബിറബ്ബിക്കും എന്ന് ചോദിച്ച ഒരു സമ്മേളനം ഉണ്ടല്ലോ, അന്ന് മുതൽക്കേ എന്റെ മുരീദ് ആരാണെന്നും അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്നും അറിയുന്നവരായിരിക്കണം. ഞാൻ മുരീദായി ചേർത്താൽ ആർക്കാണ് അല്ലാഹു തആല ഫത്ഹ് ചെയ്ത് ദുനിയായ ഇൽമു കൊടുക്കുകയും മഹത്വം കൊടുക്കുകയും ചെയ്യുക, ആർക്കാണ് കൊടുക്കാതിരിക്കുക എന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവുള്ള ആളായിരിക്കണം. അതാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ എന്ന് പറഞ്ഞ മഹാന്മാരുടെ സ്ഥാനമാണ്. അതേ ശരിക്ക് പാദമുറച്ച ഔലിയാക്കൾ ഈ സ്ഥാനത്തായിരുന്നു. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലി, അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങനെയായിരുന്നു. സയ്യിദി അഹ്മദ് അൽ ബദവി, സയ്യിദ് അഹ്മദ് അൽ ബദവി തങ്ങൾ അങ്ങനെയായിരുന്നു. സയ്യിദി അഹ്മദ് ബിൻ റിഫാഇ, ഇമാം റിഫാഇ അങ്ങനെയായിരുന്നു. സയ്യിദി അബു സഊദ്, അബു സഊദ് സയ്യിദ് അവറുകൾ അങ്ങനെയായിരുന്നു. ശൈഖ് സയ്യിദി ദാവൂദുൽ അസബ് അങ്ങനെയായിരുന്നു. സയ്യിദി അബൂബക്കർ ബിൻ ശിബിലി, അബൂബക്കർ ബിൻ ശിബിലി അങ്ങനെയായിരുന്നു. ഫഅൈന ഹാദാ ممن لا يعرف اسم تلميذه إلا أن يسأله عن اسمه مرات. കൂടെ ചേർക്കുന്ന മുരീദിനെ കുറിച്ച് അലസ്തു ബിറബ്ബിക്കും എന്ന് അല്ലാഹ് ചോദിച്ച സമയം, അതേ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന സമയമാണ്. ആ സമയത്ത് മുതൽക്കേ പരിചയമുള്ളവരാണ് ആത്മീയ ലോകത്ത്. എന്നാൽ ഇപ്പോൾ ശൈഖാണെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് കൂടെ വന്നിരിക്കുന്ന ശിഷ്യന്റെ പേര് പലതവണ ചോദിക്കാതെ പേര് പോലും പറയില്ലല്ലോ. നമ്മൾ ഈത്തപ്പനമരത്തിൽ നിന്ന് പറിക്കുന്ന ഈത്തപ്പഴം, അതും അതേ സമയത്ത് ചിലപ്പോൾ ഷോക്കേസിൽ കൊണ്ടുവന്ന് വെക്കുന്ന നിർമ്മാണം നടത്തിയ ഈത്തപ്പഴം ഉണ്ടല്ലോ, അതും എങ്ങനെയുണ്ട്? അത് രണ്ടും തുല്യമാണോ? ഇത് റെഡിമെയ്ഡാണ്, മറ്റേത് ശരിയായ ഈത്തപ്പഴമാണ്. രണ്ടും തമ്മിൽ എങ്ങനെയുണ്ട്? ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും. മഹാനവറുകൾ അതിനെ സംബന്ധിച്ച് വളരെ വിശദീകരിച്ച് പറയുകയാണ്. അതുകൊണ്ട് ആരും അത്തരത്തിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന തകർക്കാൻ ഒരുങ്ങുന്ന ഒരു സ്ഥലത്തും പോയി പെട്ടുപോകരുത് എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ആ വിഷയത്തിൽ ധാരാളം മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, മഹാനവറുകൾ പറയാണ്, കുറച്ച് ആളുകളെ സാവിയയിൽ ഒരുമിച്ച് കൂട്ടുന്ന ഒരു കൂട്ടരുണ്ട്. സാവിയ തന്നെ മൂലാണ്. അങ്ങനെ സാവിയയിൽ ഒരുമിച്ച് കൂട്ടുന്ന കക്ഷികൾ
മിമ്മാ യസ്ദുഹു മിനൽ ഖൽഖി സാറ ശൈഖൻ ഇൻദൽ ആമ്മത്ത്. അങ്ങനെ സാവിയത്തിൽ കുറച്ചാളെ കൂട്ടിയിട്ട് കുറച്ചാളെ കൂട്ടി നടക്കുന്ന ആള് അത് ശൈഖാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാര്. ലഅന്നഹു ലൈസ ശൈഖു ഇൻദഹും, ഈ സാധാരണക്കാരെ ധാരണ ശൈഖ് എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ കാന ഹൗലഹു ജമാഅത്തുൻ, കുറച്ച് ആളുകൾ കൂടെ നടക്കുന്നവനാണ് ശൈഖ് എന്ന വിചാരം. വലൗ കാന മിൻ അകാബിരിൽ ഔലിയാഇ ഫലൈസ ഇൻദഹും ബിശൈഖ്, വലിയ ആൾക്കാരുണ്ടാവും. ഉദാഹരണത്തിന് ഈ സദസ്സിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ വലിയ മഹാന്മാരുണ്ടാവും. അവരിങ്ങനെ ചാളി കൂട്ടി നടക്കുന്നൊന്നുണ്ടാവില്ല. അങ്ങനെ വലിയ മഹാന്മാരുണ്ടാവും. പക്ഷെ അവരെയൊന്നും ശൈഖായിട്ട് അംഗീകരിക്കാൻ സാധാരണക്കാർ കിട്ടുന്നില്ല. കാരണം സാധാരണക്കാർക്ക് ഇത് വിവരമില്ല. അവൻ വലിയ സ്ഥാനം അല്ലാഹു തആല കൊടുത്ത ശൈഖന്മാരുണ്ടാവും, അവർക്കൊന്നും വിലയില്ല. പിന്നെ വിലയുള്ളതായിരിക്കാണ്, വിലയുള്ളത് ഈ കുറച്ച് ആളെ കൂട്ടിയിട്ട് ഏതെങ്കിലും മൂലയിൽ പോയി ഇരിക്കുന്നവൻ, അല്ലെ ആളെ കാട്ടി നടക്കുന്നവൻ. ഇതിൽ നിങ്ങൾ ഒരിക്കലും പെട്ടുപോകരുത്. മഹാനായ ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു വീണ്ടും പറയാൻ, സാധാരണക്കാരുള്ള ഉപദേശം, ജനങ്ങളിൽ ഉത്തമന്മാരാരാണ്? മൻ കാന മുഖ്ബിലൻ അലാ ഹിർഫതിഹി, ഓ സുഹൃത്തുക്കളെ, വയലിൽ ജോലി ചെയ്യാൻ പോകുന്നവർ, അതേപോലെ തന്നെ ചുമട്ടുതൊഴിലാളിയായി പോകുന്നവർ, അതേ വണ്ടി വലിക്കുന്നവർ, മരം പിടിക്കുന്നവർ, മറ്റു ജോലിക്ക് പോകുന്നവർ. മഹാനവറുകൾ പറയാണ്, മൻ കാന മുഖ്ബിലൻ അലാ ഹിർഫതിഹി, അവനവന്റെ തൊഴിലുമെടുത്തു പോകുന്നവരാണ് ജനങ്ങളിൽ ഖൈറായവർ. മുഅദ്ദിയൻ ലിഗർദിഹി, അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം നേടാൻ വേണ്ടി വിഷയം ചെയ്യുകയാണ്. വയത്തസിൽ ഹൗലായിൽ മുദ്ദഈന അജ്മഈൻ, ഞാൻ ശൈഖാണെന്ന് വാദിക്കുന്ന മുഴുവൻ ആളുകളെയും നിങ്ങൾ വിട്ടൊഴിഞ്ഞോളൂ മക്കളെ. ആ വാദികളൊന്നും ശൈഖന്മാരല്ല. فإنهم لا يحبون إلا التلميذ الذي يطعمهم ويبرهم. ഈ ശൈഖാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ആവശ്യം ഭക്ഷണമാണ്, അവർക്ക് പണം കിട്ടലാണ്. കൂടുതൽ പണം കിട്ടുന്നവരെ അവർ വലിയ സ്ഥാനത്ത് വെക്കും. അതെ, അത് തന്നെ അവരെ കൂടെ നടക്കുന്നവർ വേറെ കുറെ ആളുകളെ വേട്ടയാടി കൊണ്ടുവരുന്ന ഏജൻസികളാണെങ്കിൽ ആ ഏജൻസികൾക്ക് വലിയ സ്ഥാനം കൊടുക്കും. അവരതാ അങ്ങനത്തെ ഏജൻസികളെ പുകഴ്ത്തി പറയും. മാത്രമല്ല, അതെ, കൂടെ നടന്ന് ബിരിയാണി കിട്ടാൻ കൂടുന്നതിന് ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഭക്ഷണം കിട്ടാൻ കൂടെ നടക്കുന്ന കക്ഷികളോട് അവര് പറയും, നമ്മളെ തരീഖത്തൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലായത് പോലെ വേറെ ആർക്കും മനസ്സിലായില്ലെന്ന് പറയും. എന്നിട്ട് ഞാൻ വല്ല ശൈഖാണെന്ന് പുകഴ്ത്തി പറയും. ഈ കൂടെ കൂടിയവനെ പോലെ തന്നെ നിങ്ങളും കൂടണമെന്ന് പ്രേരണ നൽകും. ഇതൊക്കെ കള്ളവാദികളുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ എന്ത് വേണം? മഹാനവർ വീണ്ടും പറയാണ്, വലാ തഗ്തറ ബികസറത്തിൽ മുഅ്തഖദീന മിനൽ അവാം. കുറെ സാധാരണക്കാരിയാണ് ശൈഖാണ് വലിയാണെന്ന് വിചാരിച്ചത് കണ്ടിട്ട് നീ പെട്ടുപോകണ്ട. അതേ, വൽ ഫുഖഹാ, കുറച്ച് മുഅ്മിനീമാരും പെട്ടിട്ടുണ്ടാകും. അല്ലദീന ലാ യദൂഖൂന ശൈഅൻ മിൻ മദാഖിൽ ഖൗബി, ഔലിയാക്കൾ രുചിച്ച ആശയങ്ങൾ അവർക്ക് രുചിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വഹദർ മിൻ ഖൗലിക്കും ലഹാലത്തുൻ ഖൗലിഹിൻ ലക, നിന്നോട് അവരെ ശൈഖിനെ പരിചയപ്പെടുത്തിയിട്ട് അവർ പറയും, യാ സയ്യിദി അശ്ശൈഖ് അയ്യതൽ ഖുലൂബ് വത്തരീഖ ബഅദ സയ്യിദി അശ്ശൈഖുൽ കബീർ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ശൈഖാണ് ഞങ്ങളെ നേർവഴിക്ക് നയിച്ചത് എന്നൊക്കെ പറയും. നീ അവിടെയൊന്നും പെട്ടുപോകണ്ട. അതെ, നീ അവരെ കൂടെ പെട്ടിട്ട് നിന്റെ ഈമാൻ കളഞ്ഞ് നശിക്കണ്ട. ധാരാളം ഇമാമിങ്ങൾ, മഹാനായ ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. അതേ, മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ എന്നൊരു മകനുണ്ട് അലി റളിയല്ലാഹു അൻഹു. അത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം കല്യാണം കഴിച്ച പെണ്ണാണ് അൽ ഹനഫിയ. അതിൽ ജനിച്ച മകനാണ് മുഹമ്മദ്.
ആ മുഹമ്മദ് ബിൻ ഹനഫി എന്ന അതേ ഹാസിമി കുടുംബത്തിൽ ജനിച്ച ലോക പ്രശസ്ത പണ്ഡിതനാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം സക്കരിയുൽ അൻസാരി തങ്ങളുടെ, ശിഹാബുർ റഹ്മി തങ്ങളുടെ, അതുപോലുള്ള വലിയ വലിയ ഔലിയാക്കളും ആരിഫീകളുമായ ഫുഖഹാക്കളുടെ ശിഷ്യനായി വളർന്ന് തസൗഫിന്റെ രംഗത്ത് ഉന്നതമായ സ്ഥാനം ലഭിച്ച ആളാണ് മഹാനായ അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് പറയാണ്, അസ്സാലികു ഔലിയാക്കളെ വഴിയിൽ കടന്നവർ മയ്യസ്ദാദു ബിസുലൂഖി ദുല്ലൻ വൻഖിഫാദാ, ആ വഴിയിലേക്ക് കടന്നതോടുകൂടെ താഴ്മയുള്ള ആളാരാണോ, ഞാൻ വലിയ ശൈഖാണെന്നോ ഞാൻ വലിയ കുതുബാണെന്നോ ഉള്ള വാദമല്ല, താഴ്മയുള്ളവരാരാണോ ഫയദ്ഖുലു തരീഖൽ ഖൗമി വഹുവ മൻഫൂദുൻ ബിദ്ദഅവാ, ഞാനൊരു വലിയ ആളാണെന്ന വാദമില്ലാതെ മഹാന്മാര് നടന്ന വഴിയിലൂടെ വരുന്നവർ അവരാണ് ശരിയായ ഔലിയാക്കൾ. അവർ ധാരാളം കാലം ധാരാളം ഇബാദത്തുകൾ ചെയ്ത് മനസ്സിൽ അഹങ്കാരമില്ലാതെ, ആരോടും അസൂയയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, സ്ഥാനമാനത്തിന് കൊതിക്കാതെ, ജനങ്ങളെന്റെ കൈപിടിച്ച് ചുംബിക്കണമെന്ന് ആലോചിക്കാതെ, ജനങ്ങൾ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആലോചിക്കാതെ, എനിക്കതാ എന്നെ പിടിച്ച് ഉന്നത സ്ഥാനത്തിരിക്കണമെന്ന് ചിന്തിക്കാതെ, എനിക്ക് വലിയ കസേര കിട്ടണമെന്ന് ആലോചിക്കാതെ, അതാ താഴ്മയോടെ ജീവിക്കുന്നവർ അവരാണ് കേട്ടോ ഔലിയായിന്റെ വഴിയിൽ കടന്നവർ. അത് പറയേണ്ടതുണ്ടോ? ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്മാർ അവർ താഴ്മയോടുകൂടെ നടന്നു പോകുന്നവരാണ്. അവരാരെങ്കിലും വല്ലതും പറഞ്ഞാൽ അതിന് പ്രതികരിക്കാത്തവരാണ്. അവരവിടെ സമാധാനത്തിന്റെ വാക്ക് പറയുന്നവരാണ്. പോരാ, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, ആളുകളെല്ലാം സന്തോഷത്തോടെ കിടന്നുറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഉറക്കം വരുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? അവരതാ സുബ്ഹാനല്ലാഹ് തതജാഫാ ജുനൂബുഹും മിനൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. പടച്ചവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചു, അല്ലാഹുവിനെ ഭയപ്പെട്ടു. അവർ പാതിരാ സമയത്ത് കിടത്തം കൊള്ളുന്നില്ല. എഴുന്നേറ്റ് റുകൂഉം സുജൂദും ചെയ്ത് സുന്നത്ത് നിസ്കാരത്തിലാണ്, തഹജ്ജുദിലാണ്. അവരെ മനസ്സിൽ വലിയ പേടിയാണ്, എന്റെ ആഖിബത്ത് എങ്ങനെയാണ് അല്ലാഹ്. അവരുടെ ഖൽബിൽ പേടിയാണ്, അവർക്ക് പ്രതീക്ഷയുമാണ്, റബ്ബനെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയുമാണ്. അതല്ലേ ഖൽബുൽ മുഅ്മിൻ ബൈനൽ ഖൗഫി വറജാ. ഈമാനുള്ളവന്റെ മനസ്സ് രണ്ടിന്റെയും മധ്യത്തിലാണ്. എന്നെ രക്ഷപ്പെടുത്തുമെന്റെ റബ്ബ് എന്ന പ്രതീക്ഷയുണ്ട്, എന്നെ ശിക്ഷിച്ചാലോ എന്ന പേടിയുമുണ്ട്. അത് രണ്ടിന്റെയും ഇടയിലാണ് അവരെ മനസ്സ്. താഴ്മയോടെ ജീവിക്കുന്നവരാണ്. മോനെ വകുൻദനബൻ, നീ ഒരു വാലായിക്കോ. വലാതകുൻ റഅസൻ, നീ തലയാകണ്ട. നീ വാലായിക്കോ, തലയാകണ്ട. ഞാനൊരു ശൈഖാന്ന് വാദിക്കാൻ പോണ്ട. നീ എന്ത് ചെയ്തു? ആലിമീങ്ങളെ ഉപദേശം കേട്ട് ജീവിച്ചോ, നീ മഹാന്മാരെ ഉപദേശം കേട്ട് ജീവിച്ചോ. നീ തലയാകണ്ട, നീ വാലായിക്കോ. ഇത് ഷെയ്ഖിന്റെ വാക്ക് ഉദ്ധരിക്കുകയാണ് മഹാൻ. കാരണം വെട്ടുകൊള്ളുമ്പോൾ ആദ്യം വെട്ടുകൊള്ളുന്നത് തലക്കല്ലയോ. തല വെട്ടുക എന്നല്ലാതെ വാല് വെട്ടുക എന്ന് പറയാറുണ്ടോ?
അപ്പൊ ഇബ്ലീസ് നിന്നെ കൊണ്ടുപോയി ചതിയിലേക്ക് വെട്ടി തള്ളിയിടുന്നത് നീ ഒരു നേതാവാകണം, സ്ഥാനം കിട്ടണം, ജനങ്ങൾ ബഹുമാനിക്കണം, ജനങ്ങൾ അംഗീകരിക്കണം, ജനങ്ങൾ ചുംബിക്കണം, അതേ ജനങ്ങൾ എന്നെ സംബന്ധിച്ച് വലിയ ഇജാബത്തുള്ള ആളാണെന്ന് പറയണം, ഞാൻ വരുമ്പോഴേക്ക് വലിയ വിരിപ്പുണ്ടാകണം, ഞാൻ വരുമ്പോൾ എല്ലാവരും എന്നതാ ശൈഖ് വരുന്നു എന്ന് പിന്നാടെ കൂടണം. ഇത്തരം ചിന്തയുണ്ടാകണ്ട. നീ പാലായിക്കോ, തലയാകണ്ട. ആ ചിന്തന്നെ വെട്ടി വീഴുന്നത് തലയിലാണ് കേട്ടോ. മഹാനവറുകൾ വീണ്ടും പറയാണ്, നിന്നെ ഒരാൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ നിന്റെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടില്ലേ, നിന്റെ മനസ്സിൽ വെറുപ്പുണ്ടില്ലേ, നിന്നെ ബഹുമാനിക്കാത്തവനോട് വെറുപ്പുണ്ടില്ലേ. നീ ഒരു നല്ല സാലിഹായ ആളാണ്, ശൈഖാണ്, സയ്യിദാണ് എന്നൊന്നും പറയാത്തവനോട് നിന്റെ മനസ്സിൽ വിഷമമുണ്ടല്ലേ. എന്നാ പറയട്ടെ, ബൽവൽ ഇസ്ലാം فإن المسلم الكامل في هذا الزمان أعز من الكبريت الأحمر. മോനെ, ഇന്നൊരു പരിപൂർണ മുസ്ലിമിനെ തന്നെ കാണാൻ വലിയ പ്രയാസമാണ്. ശൈഖും വലിയൊക്കെ പിന്നെയല്ലേ. ഒരു പരിപൂർണ മുസ്ലിമിനെ തന്നെ കണ്ടുകിട്ടാൻ വളരെ പ്രയാസമാണ്. വലായകൂറുൽ മുസ്ലിമു കാമിലൻ, ഒരു മുസ്ലിം പൂർണ്ണ മുസ്ലിം ആകണമെങ്കിൽ എന്ത് വേണം? അവന്റെ നാവ് കൊണ്ട് വേറെ ഒരൊറ്റ മനുഷ്യനെ കുറ്റം പറയാതിരിക്കണം, അവന്റെ നാവ് കൊണ്ട് കള്ളം പറയാതിരിക്കണം, അവന്റെ നാവ് കൊണ്ട് ഗീബത്ത് പറയാതിരിക്കണം, അവന്റെ നാവ് കൊണ്ട് നമീമത്ത് പറയാതിരിക്കണം, അവന്റെ നാവ് കൊണ്ട് അതാ വാക്ക് പറഞ്ഞ് ലംഘിക്കാതിരിക്കണം, അവന്റെ നാവ് കൊണ്ട് അവൻ ചീത്ത വിളിക്കാതിരിക്കണം. ആരെയും ചീത്ത പറഞ്ഞുകൂടാ, നിങ്ങളെ തീരെ പറഞ്ഞുകൂടാ. عن العلماء ولو بسبب لما في لحمهم ضعف. إن الضعف إذا ما كنت تأكله ولو بجهل جرى في نفسك التلف. ഒരാളെ കുറ്റവും പറയാൻ പോകണ്ട മോനെ, നിന്റെ കുറ്റം തന്നെ നീ നോക്കി പിടിച്ചോ, അത് നന്നാക്കാൻ നോക്കിക്കോ. ആരിമീങ്ങളെ കുറ്റം തീരെ പറയണ്ട, അത് നഞ്ഞുള്ള മാംസമാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, നാവിനെ ശ്രദ്ധിക്കാത്തവരിങ്ങനെ യഥാർത്ഥ മുസ്ലിമാകും. കാത് രക്ഷപ്പെടണം, കാത് രക്ഷപ്പെടണം. കാതെങ്ങനെ രക്ഷപ്പെടൽ? ഗീബത്ത് പറയുന്ന സദസ്സിൽ പോയി ഇരിക്കാൻ പാടില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട് പറയട്ടെ, ഗീബത്ത് നിറഞ്ഞു നടക്കുന്ന ചില ശൈഖ്വാദികളുണ്ടല്ലോ, മുരീദ്വാദികളുണ്ടല്ലോ, അവരെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കട്ടെ എന്നുള്ള ചിന്ത ഉണ്ടായാൽ ഹറാമ് കേൾക്കുകയാണ് കേട്ടോ. അതേ മുജാഹിദിന്റെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കട്ടെ, ജമാഅത്തുകാരന്റെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കട്ടെ, വ്യക്തിവാദിയുടെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കട്ടെ. ഇങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ, ഹറാമിന്റെ ചിന്തയാണ് കേട്ടോ. കാത് ഹറാമിൽ നിന്ന് മാറി നിൽക്കണം, കേൾക്കാൻ പറ്റുന്നത് മാത്രം കേൾക്കുന്നവരാകണം. കണ്ണ് രക്ഷപ്പെടണം, കണ്ണുകൊണ്ടൊരന്യ പെണ്ണിലേക്ക് നോക്കിക്കൂടാ. വികാരത്തോടെ താടിയും മീശയും മുടക്കാത്ത ഭംഗിയുള്ള ഒരു കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിക്കൂടാ. അല്ലാതെയും നോക്കരുതെന്നാണ് ഇമാം നവവി തങ്ങളുടെ പക്ഷം. ഇരിക്കട്ടെ, അവനവന്റെ രഹസ്യാവയവങ്ങൾ രക്ഷപ്പെടണം. ഒരിക്കലും തന്നെ സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അവന്റെ ലൈംഗികാവയവം ഒരു നിലക്കും അവൻ ആസ്വദിക്കാൻ പാടില്ല. അതേ ഖുർആനല്ലേ പറയുന്നത്, ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ, അടിമ സ്ത്രീയുള്ള കാലത്ത് അവരുമായി ബന്ധപ്പെട്ടു ഉടമസ്ഥനല്ലാതെ ഒരിക്കലും തന്നെ വേറൊരു വഴിയില്ലല്ലോ. അതിനാൽ അവനവന്റെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കണം, അത് രക്ഷപ്പെടണം. ഒരാവയതു അവന്റെ കൈ രക്ഷപ്പെടണം. ഒരന്യ പെണ്ണിന് കൈ കൊടുത്തുകൂടാ, ഹറാമ് തൊട്ടുകൂടാ. അവനവന്റെ കൈ കൊണ്ട് അതാ
അമ്രതെന്ന് പണ്ഡിതന്മാര് പറയുന്ന താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾക്ക് കൈ കൊടുത്ത് മുസാഫഹത്ത് ചെയ്തുകൂടാ. വിലായത്തിന്റെ മർത്തബ കിട്ടാൻ പോയിട്ട് ഒരു യഥാർത്ഥ മുസ്ലിമാകണമെങ്കിൽ എന്ത് വേണമെന്നാണ് ഇമാം സഅദി തങ്ങൾ പറയുന്നത്. അവന്റെ ഹൃദയം വളരെ രക്ഷപ്പെടണം. ആരെ പറ്റിയും തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ആരെ കുറിച്ചും അതാ കൊച്ചാക്കി കാണരുത്. ആരെയും നിസ്സാരപ്പെടുത്തരുത്. ഞാനൊരു വലിയവനാണെന്ന തോന്നലുണ്ടാകരുത്. അല്ലാഹു പ്രത്യക്ഷമായും പരോക്ഷമായും ഹറാമാക്കിയതിൽ നിന്നെല്ലാം രക്ഷപ്പെടണം. ഈ ശൈഖാനെന്ന് ബാധിച്ച് നടക്കുന്നവർക്ക് ഈ സ്ഥാനം എപ്പോൾ കിട്ടാനാണ്? വലാ ജാരിഹത ലഹും, അവർക്കൊരു നാവുമില്ല, ഒരവയവുമില്ല. പലതവണ പടച്ചവനോട് തെറ്റ് ചെയ്ത നാവല്ലാതെ, തെറ്റ് ചെയ്ത കൈയല്ലാതെ, തെറ്റ് ചെയ്ത നാവല്ലാതെ, തെറ്റ് ചെയ്ത കണ്ണല്ലാതെ, കാതല്ലാതെ, മനസ്സല്ലാതെ, കാലല്ലാതെ ഈ ശൈഖ്വാദികൾക്കില്ല. ഇത് നീ നന്നായി ചിന്തിച്ചു വെച്ചോ മോനെ. ഓ സഹോദരന്മാരെ, ഇന്നത്തെ കാലഘട്ടം നോക്കി പറഞ്ഞതുപോലെ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ്. മാനവരുകൾ പറഞ്ഞു, ഞാൻ എന്റെ വാക്കുകൾ നിർത്തുമെന്ന്. രണ്ട് നായകൾ തമ്മിലൊരു സംവാദം നടന്നു. രണ്ട് നായകൾ തമ്മിലൊരു സംവാദം നടന്നു. ചിത്രീകരണം പോലെ പറയാണ്. ഒന്ന് തെരുവുനായയാണ്, മറ്റൊന്ന് വേട്ടനായ. വേട്ടനായയോട് തെരുവുനായ ചോദിക്കുകയാണ്, എടാ ചങ്ങാതി, നമ്മളെപ്പോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്നൊക്കെ തിന്ന് ജീവിച്ചാ പോരെ, നീ എന്തിനാണ് ഈ രാജാക്കന്മാരുടെ കൂടെയും അതുപോലെ തന്നെ വലിയ വലിയ VIP-കളുടെ കൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ട് വലിയ സ്ഥാനത്തോടുകൂടെ അവര് തരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ജോറായിട്ട് പോകുന്നത് എന്തിനാ? ഈ നമ്മളെപ്പോലെ തന്നെ ജീവിച്ചാ പോരെ. അപ്പോൾ ഈ വേട്ടനായയുടെ മറുപടി, ഞാൻ രാജാക്കന്മാരുമായൊക്കെ കലർന്ന് ജീവിക്കുന്നുണ്ട്, അല്ലാത്തവരുമായിട്ടും പല VIP-കളായിട്ട് കലർന്ന് ജീവിക്കുന്നുണ്ട്. പക്ഷെ എന്റെ സ്വഭാവം നിനക്കറിയോ? ഞാൻ വേട്ടയാടുന്നുണ്ട്, ഞാൻ അവരുടെ കൂടെ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ അവർക്ക് വേണ്ടി വേട്ടയാടി പിടിച്ച മൃഗത്തിൽ നിന്ന് ഒരൽപ്പം മാംസം ഞാൻ കഴിക്കൂല. അത് ഞാൻ അവർക്ക് കൊടുക്കുക. എന്നെ വേട്ടയ്ക്ക് പറഞ്ഞയച്ചവർക്ക് കൊടുക്കാനുള്ളതാണ് ഞാൻ വേട്ടയാടുന്ന മൃഗത്തിന്റെ മാംസം. കാരണം എന്റെ പ്രവർത്തനം എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. എന്റെ പ്രവർത്തനം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. ولذلك عظموني واكرموني وقربوني واجلسوني على فراشهم. അതുകൊണ്ട് ആ രാജാക്കന്മാരും VIP-കളൊക്കെ ഞാൻ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എന്നെ അവരാദരിക്കുകയും ബഹുമാനിക്കുകയും അവരെ വിരിപ്പിലിരുത്തുകയും എനിക്കെല്ലാ ആദരവും ബഹുമാനവും അവർ തരികയും ചെയ്യുന്നു. എന്റെ മനക്കരുത്ത് കണ്ടപ്പോ, അതെ ഞാൻ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന മനക്കരുത്ത് കണ്ടപ്പോ, അതെ അവർ ഞാനൊരു നായയല്ലേ എന്ന് ചിന്തിച്ചില്ല. അവർ എന്നെ വലിയ VIP ആയി കൊണ്ടു നടക്കുകയാണ്. അതേ സമയത്ത് നിന്റെ സ്വഭാവം എന്താണ്? അവരിറച്ചി കൊണ്ടുപോകുമ്പോൾ നിനക്കൊരു കഷ്ണം കിട്ടണമെന്നാണ് അല്ലേ തെരുവുനായന്റെ സ്വഭാവം. അവർ കൊണ്ടുപോകുന്നതിൽ നിനക്ക് കിട്ടണമെന്നാണ് നിന്റെ ചിന്ത. നീ എപ്പോഴെങ്കിലും വല്ല മൃഗത്തിനെയും പിടിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിനക്ക് തിന്നാനല്ലാതെ വേറെ കൊണ്ട് പിടിക്കാറുണ്ടോ? അങ്ങനെ സ്വന്തം കാര്യം നോക്കി സ്വന്തത്തിൽ കാര്യലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടന്ന നീ, അതിനാൽ അതാ നിന്നെ ആളുകൾ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു, നിന്നെ അവർ വെറുത്തു, നിന്നെ തെരുവുനായായി കണ്ടു. അതേ സമയത്ത് സമൂഹത്തിന് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എനിക്ക് അവർ വലിയ സ്ഥാനം നൽകി. പലർക്കും പ്രശ്നം എന്താണ്? പ്രശ്നം അതേ വലിയ വലിയ ആലിമീങ്ങൾക്ക് സമൂഹം വലിയ സ്ഥാനം നൽകുന്നു.
അവർക്ക് വലിയ അംഗീകാരം നൽകുന്നു. എന്തേ കാരണം? അവർ സ്വന്തം വീടും നാടും ശ്രദ്ധിക്കുന്നതിന്റെ പുറമെ അതിനേക്കാൾ ഉപരി സമുദായത്തിന് വേണ്ടി ജീവിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവരുണ്ടാക്കി വെച്ച യതീംഖാനകൾ ആർക്കാണ്? അവരുണ്ടാക്കി വെച്ച പള്ളികൾ ആർക്കാണ്? അവരുണ്ടാക്കി വെച്ച സ്ഥാപനങ്ങൾ ആർക്കാണ്? അവർ ഓടി നടന്ന് എത്ര ആയിരങ്ങൾക്കാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവർ സമൂഹത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ സമൂഹം അവരെ ആദരിക്കുന്നു. അത് കാണുമ്പോ നിനക്കിങ്ങനെ തോന്നുന്ന എനിക്ക് യാതൊരൊന്നും കിട്ടാത്തതിന്റെ കാരണം ഇതാണ്. കാരണം സ്വന്തത്തിലുള്ള ചിന്തയാണ്. നിനക്ക് സമൂഹത്തിന് വേണ്ടിയുള്ള ചിന്തയില്ല എന്ന നായ മറുപടി പറഞ്ഞു എന്ന് ഈ വ്യാജ ഗാദികളെ സംബന്ധിച്ച് അവർ പാഠം പഠിക്കാൻ വേണ്ടി അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു തആല ഉദാഹരണം പറയുകയാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് അത്തരത്തിലുള്ള വഞ്ചനകളിൽ നിന്നും പെട്ടുപോകാതെ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുറുകെ പിടിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണം. കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം, ഫർളുകളെല്ലാം എടുക്കണം, കറാഹത്ത് പോലും ഒഴിവാക്കാൻ ശ്രമിക്കണം. നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി നോക്കണം. അല്ലാഹു ഈ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ദുഹാ നിസ്കരിക്കാൻ വേണ്ടി നോക്കണം. താജുൽ ഉലമ തഹജ്ജുദ് നിസ്കരിക്കാത്ത രാത്രിയുണ്ടോ? ഈ എത്ര കിലോമീറ്റർ ഓടിയാലും തഹജ്ജുദ് നിസ്കരിക്കും. നൂറുൽ ഉലമ തഹജ്ജുദ് നിസ്കരിക്കും. മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ച് പറയണോ? ഒരു കാമൽ നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ ഖുർആൻ മുഴുവനും രാത്രിയിൽ ഓതിയിട്ട് ഉറക്കമൊഴിച്ച് നിന്നിട്ട് ഖുർആൻ ഓതുമ്പോൾ ഉറക്ക് തൂക്കുന്നത് വന്നപ്പോൾ ഒരു കാല് പൊക്കി നിന്നിട്ട് ഖുർആൻ ഓതി എന്നല്ലേ ചരിത്രം. അവരൊക്കെ ഇബാദത്തിലല്ലേ മുഴുകിയത്. ഓ യുവാക്കളെ, ഖുർആൻ ഓതണം, സലാത്ത് വർദ്ധിപ്പിക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലണം, ഒരു 33 അൽഹംദുലില്ലാഹ് ചൊല്ലണം, ഒരു 34 അല്ലാഹു അക്ബർ ചൊല്ലണം. 100 ദിക്റാണത്. 1000 പ്രതിഫലം നമ്മളെ അക്കൗണ്ടിലേക്ക് വരികയാണ് ഉറങ്ങാൻ കിടക്കുമ്പോ. ഇത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങളുടെ മോളല്ലേ, കരളിന്റെ കഷ്ണമല്ലേ. അതാ അധ്വാനിച്ച് വിഷമിച്ച് ബാപ്പയോടൊരു സർവന്റിനെ കിട്ടണമെന്ന നിലക്ക് ചോദിക്കാൻ പോയിട്ട് തൽക്കാലം ചോദിക്കാൻ കഴിയാതെ തിരിച്ചു വന്ന വിവരമറിഞ്ഞ് മകളെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി വീട്ടിലേക്ക് വന്നപ്പോൾ അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ കൂടെ കിടക്കാനിരിക്കുന്നു. മോളെന്തിനാ വന്നത് എന്ന് ചോദിച്ചപ്പോൾ കാര്യം പറയുന്നു. ജോലി എടുത്തിട്ട് തഴമ്പിച്ചു പോയി, ക്ഷീണം പിടിച്ചു പോയി, ഒരു ജോലിക്കാരനെ കിട്ടുമോ? അപ്പോഴാ ചോദിക്കുന്ന മകൾക്ക് ഞാൻ അതിനേക്കാൾ നല്ലത് പറഞ്ഞു തരട്ടെ. നല്ലതല്ലേ വേണ്ടത്? 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, 33 അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, 30 അല്ലാഹു അക്ബർ ചൊല്ലിക്കോ. ഉറങ്ങാൻ കിടക്കുമ്പോൾ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ പറയാണ്, മകൾക്കത് പറഞ്ഞു കൊടുത്തത് ഞാൻ പുതിയാപ്പള ഞാനും കേട്ടല്ലോ. ഞാനും അത് ചൊല്ലാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, ദിക്റുകൾ വർദ്ധിപ്പിക്കണം. ദിക്റിന്റെ സദസ്സുകളിൽ പോയിരിക്കണം. സലാത്തിന് പങ്കെടുക്കണം. ദിനേന ഖുർആൻ ഓതാൻ നോക്കണം. ദുഹാ നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം. റവാത്തിബ് സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം. അങ്ങനെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. ദുനിയാവിന്റെ ചിന്തകൾക്ക് പകരം ഉഖ്റവിയായ ചിന്തകൾ ഖൽബിലേക്ക് കടന്നു വരണം. പക്ഷേ അമർത്തുകൽ ഖൈറ ലാകിൻ മഅ്തമർതു ബി ഫമസ്തഖംതു ഫമാ ഖൗലി ലകസ്തഖീബി. ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അതേ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ഇമാം ഗസ്സാലി തങ്ങളോട് പറഞ്ഞതുപോലെ ഈ പറയുന്നവൻ അങ്ങനെയായില്ലല്ലോ. ആകാനുള്ള തൗഫീഖ് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ദുആ ചെയ്യണം. മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ദുആ ചെയ്യണം. നമുക്ക് നല്ല ധാരാളം ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്ത് റബ്ബിന്റെ പൊരുത്തത്തിലായി ആഖിബത്ത് നന്നായി മരിച്ചു കിട്ടണം. നമ്മുടെ കല്യാണം ചുംബിക്കേണ്ടതില്ല. ആരും നമുക്ക്
തക്ബീർ ചൊല്ലേണ്ടതില്ല. നമുക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണം. ഈ ഒരു ചിന്തയിൽ ഈ പാവപ്പെട്ട എന്റെ ജീവിതം കൊണ്ടുപോകാനുള്ള തൗഫീഖിന് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, അറിവ് കുറഞ്ഞവരാണ്, ഇൽമില്ലാത്തവരാണ്, അമലില്ലാത്തവരാണ്. നീ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന നിലക്ക് നിന്റെ മഹാന്മാരായ ആരിഫീങ്ങളും ഔലിയാക്കളും സാലിഹീകളും ഇമാമുകളും അവരെ കിതാബുകളിൽ എഴുതി വെച്ച വിവരം ജനങ്ങൾക്ക് കൈമാറാൻ നീ ഞങ്ങളെ ഏൽപ്പിച്ചതനുസരിച്ച് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരമ്പരയിലൂടെ ഇൽമു പഠിച്ച് ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളെ ഏൽപ്പിച്ചതനുസരിച്ച് ഞങ്ങൾ പറയുന്നു എന്നല്ലാതെ പറയാൻ അർഹതയുള്ളവരാണ് ധാരണയൊന്നും ഞങ്ങൾ വെച്ച് പുലർത്തുന്നില്ല. നീ ഞങ്ങൾ ചെറുതും വലുതുമായ സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനേ. നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, രോഗം വന്നവരുണ്ട്, പെട്ടെന്ന് മരണപ്പെട്ടവരുണ്ട്, ഇന്ന് പെട്ടെന്ന് മരിച്ചവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ ഖബറിലും ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഉസ്താദുമാര്, ശിഷ്യന്മാർ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. ഈ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനെ. ഇവിടെ വലിയ സയ്യിദന്മാർ ഈ സ്റ്റേജിലുണ്ട്, സദസ്സിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ ഈ സദസ്സ് നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ.